ബാർ അസോസിയേഷൻ രജിസ്ട്രേഷന്റെ സുവർണ ജൂബിലി ആഘോഷം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് ഉദ്ഘാടനം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷോദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുരളീകൃഷ്ണ എസ് നിർവഹിച്ചു. അന്തരിച്ച ബാർ അസോസിയേഷൻ പ്രവർത്തകരായ 8 അഭിഭാഷകരുടെ ഫോട്ടോയാണ് അനാച്ഛാദനം ചെയ്തത്. അഡ്വക്കേറ്റ് അബ്ദുള്ള മണപ്പുറത്ത് ഇവരുടെ ഓർമ്മ പുതുക്കി. വടകര ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സനൂജ് എ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ബിന്ദുകുമാരി VS വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി വടകര ബിജു വിജി ഐഡി കാർഡ് വിതരണം ചെയ്തു. അമെൻമെന്റ് ബൈലോ പ്രസിദ്ധീകരണം വടകര കുടുംബ കോടതി ജഡ്ജി വീണ KV നിർവഹിച്ചു. ചടങ്ങിന് വടകര ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിയാസ് PV സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആനന്ദവല്ലിയൻ നന്ദി പറഞ്ഞു. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാർ അസോസിയേഷന്റെ രജിസ്ട്രേഷന്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വടകരയിലെ പ്രഗത്ഭരായ മൺമറഞ്ഞുപോയ 8 അഭിഭാഷകരുടെ ചിത്രങ്ങൾ കൂടെ ഇന്ന് അനാച്ഛാദനം ചെയ്യുകയാണ്. ഈ ചിത്രങ്ങൾ അനാച്ഛാദനം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത അവരെ നമ്മൾ ഓർക്കുക എന്നുള്ളത് മാത്രമല്ല, വരുന്ന തലമുറയിലെ യുവ അഭിഭാഷകർക്ക് അവരിൽ നിന്ന് പകർന്നു കിട്ടേണ്ട മാർഗദർശനങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സീനിയർ അഭിഭാഷകന്റെ ഫോട്ടോ നമ്മളുടെ ബാർ അസോസിയേഷൻ ഹാളിൽ നമ്മൾ കാണുമ്പോൾ ഒരു അഭിഭാഷകൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചിരുന്നു, തൻ്റെ മേഖലകളിലെ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു, എങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിലും അഭിഭാഷകർക്കിടയിലും ജുഡീഷ്യൽ വൃത്തങ്ങളിലും നല്ല പേർ സമ്പാദിച്ചിരുന്നു എന്നതിനെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഒരു അഭിഭാഷകന്റെ ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ 4 മേഖലകളിൽ മികവ് പുലർത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ആദ്യമായി വരുന്നത് ഒരു അഭിഭാഷകൻ മികവ് പുലർത്തേണ്ടത് തന്നിലേക്ക് വരുന്ന കക്ഷികളെ, കേസുമായി തന്നിലേക്ക് വരുന്ന കക്ഷികളുമായുള്ള ഇടപെടലുകളിലാണ്. രണ്ടാമതായി മികവ് പുലർത്തേണ്ടത് കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ്. കേസ് എങ്ങനെയാണ് കോടതിയിൽ നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ്. മൂന്നാമതായി കുടുംബത്തിൽ താൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. നാലാമതായി തൻ്റെ സഹപ്രവർത്തകർക്കിടയിൽ എങ്ങനെയാണ് ഒരു അഭിഭാഷകൻ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഈ 4 മേഖലകളിലും ഒരു അഭിഭാഷകന്റെ പ്രവർത്തനം പല രീതിയിലാണ് ആവശ്യമുള്ളത്. ഒരു അഭിഭാഷകനായി ജുഡീഷ്യൽ സർവീസിൽ ഇരുന്നതിനേക്കാൾ കൂടുതൽ ഇരുന്നതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കാരണം ഒരു അഭിഭാഷകൻ എപ്പോഴും തൻ്റെ മുന്നിലേക്ക് വരുന്ന കക്ഷികളോട് ഇടപെടേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ മുന്നിൽ വരുന്ന കക്ഷികൾക്ക് തന്നിൽ ഏൽപ്പിക്കുന്ന കേസിലെ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും, അല്ലെങ്കിൽ ഈ കേസ് ജയിക്കാൻ എത്ര സാധ്യതയുണ്ട് അല്ല തോൽക്കാൻ എത്ര സാധ്യതയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു അഭിഭാഷകന്റെ കടമയാണ്.